വീട്ടിൽ നിൽക്കാൻ വന്നാൽ അത് സ്ഥിരം അല്ലെങ്കിൽ ഇടയ്ക്കുള്ള പരിപാടിയായിട്ടോ നടക്കാൻ പോവല്. പണ്ട് 10th പഠിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് നടക്കാൻ പോകുമ്പോൾ അവരെ കൂടെ രാവിലെ എണീറ്റ് പോകുന്ന ഓർമ്മയാട്ടോ. നമ്മുടെ വീട് സരോവരത്തിനടുത്തായതുകൊണ്ട് തന്നെ ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരമായി നടക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന അങ്കുട്ടനാണെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചിൻ്റെ അടുത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും നടന്നു പോകാന്ന് പറഞ്ഞാൽ ആൾക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. ആരെയും കളിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്നു പോകും. സൂര്യയുടെ പുതിയ ഷോറൂമായിട്ട് എറിഞ്ഞപ്പാലത്തുള്ള അതിന്റെ മുന്നിൽ കൂടെ നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സരോവരത്തിലേക്കുള്ള ഒരു മെയിൻ റോഡ് അല്ലാതെ വഴിയുണ്ടല്ലോ, അതിലേക്ക് കയറും. നല്ല ഇരുടും കാര്യമുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് വളരെ കുറവാണ്. നമ്മൾ മെയിൻ റോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ലൈറ്റും കാര്യമൊക്കെ ആയിട്ട് നല്ല വഴിയായിട്ട് ഞങ്ങളിപ്പോൾ ഒരു പാലം കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കും. പണ്ടൊക്കെ സരോവരം വരെ നടക്കാൻ പോയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ വയ്യ, ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എല്ലാ ദിവസവും പോകുന്നില്ലേ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു പാലം കടന്നിട്ടാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുള്ളത്. അഗ്ഗുവിന് സത്യം പറഞ്ഞാൽ പേടിയേ ഇല്ലേ, രാത്രിയാണെന്നോ ഒന്നുമില്ല, ആള് മുന്നേ ഓടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അധികം ദൂരം നടക്കാൻ നിന്നില്ല, പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. സമയം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. 8 പോകണമെന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കി നിന്ന് ലേറ്റ് ആയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വരുന്ന വഴിക്ക് ലോലിപോപ്പ് വാങ്ങിച്ചു തരണം എന്നുള്ള. അപ്പൊ അത് വാങ്ങിക്കാനുള്ള തിരക്കിലാട്ടോ പോകും. അത് പിന്നെ നിർബന്ധമാണല്ലോ, പുറത്തിറങ്ങിയാൽ പിന്നെ ആൾക്ക് മിഠായി എന്തെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. അത് 2 വാങ്ങിച്ചത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണേ കൈ കിട്ടിയുള്ളൂ, അതാ നോക്കുന്നത്. അമ്മച്ചൻ സൂത്രം കാണിച്ചത് പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.